പേര് റൈഹാനത്ത്. ഞാൻ ചൂരമലക്കാരിയാണ്. ചൂരമല മുണ്ടക്കൈ പ്രദേശത്തെ ദുരന്തബാധിതരായ വനിതകൾ ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ച സംരംഭമാണ് എറൈസ് ഗാർമെന്റ്സ്. ഇതിൽ ഞങ്ങൾ 25ഓളം വനിതകളാണ് ഇതിലുള്ളത്. നമുക്ക് ഒരു ജോലി അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പീപ്പിൾ ഫൗണ്ടേഷനും അതുപോലെ JSSഉം ബ്രിഡ്ജ് വേയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾക്കൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾ 30ഓളം വനിതകൾ ഞങ്ങൾ ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. 1 മാസത്തെ ട്രെയിനിങ്ങാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയാണ് എറൈസ് മേപ്പാടി. എറൈസ് മേപ്പാടി പദ്ധതിയുടെ ഭാഗമായി ലൈവ്ലിഹുഡ് എന്ന മേഖലയിൽ, അതായത് ജീവിത മാർഗങ്ങൾ ദുരന്തബാധിതർക്ക് നൽകുന്നതിൻ്റെ ഭാഗമായി അവരിൽ സ്ത്രീകളെ തിരഞ്ഞെടുക്കുകയും വനിതകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് പരിശീലനം നൽകുകയും പരിശീലനങ്ങളിലൂടെ എക്യുപ്ഡായ സജ്ജരായ ഒരു കൂട്ടം വനിതകളെ ഉപയോഗപ്പെടുത്തി ഒരു സാമൂഹിക സംരംഭം, ഒരു സോഷ്യൽ എന്റർപ്രൈസിന് തുടക്കം കുറിക്കുകയും ചെയ്തു. എറൈസ് മേപ്പാടി പ്രോഗ്രാമിനോടനുബന്ധിച്ച് നമ്മൾ വിഭാവനം ചെയ്ത 2 സോഷ്യൽ എന്റർപ്രൈസസുകളിൽ ഒന്നാണ് എറൈസ് ഗാർമെന്റ്സ്. അതിൽ പല പ്രോജക്റ്റുകളും നമ്മൾ ആവിഷ്കരിച്ചിരുന്നു. അതിൽ പെട്ട ഒരു പ്രോജക്റ്റായിരുന്നു അതിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ്. 100 പേർക്ക് നൈപുണ്യ വികസനം നടത്തി അവരുടെ പ്ലേസ്മെൻറ്റ് എന്നായിരുന്നു പീപ്പിൾ ഫൗണ്ടേഷൻ വിഭാവനം ചെയ്തത്. അതിൽ ആദ്യമായി ചെയ്ത ഒരു പ്രോഗ്രാമാണ് 30 വനിതകൾക്കുള്ള ഫാഷൻ ഡിസൈനിങ്ങിലുള്ള പരിശീലന പരിപാടി. 30 ദിവസം നീണ്ടു നിൽക്കുന്ന സാങ്കേതിക പരിശീലനവും അതിനുശേഷം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സംരംഭകത്വ പരിശീലനവും ആണ് അതിൽ ഉൾപ്പെട്ടിരുന്നത്. ഈ പറയുന്ന സംവിധാനത്തിന് ശേഷം അവരുടെ പ്ലേസ്മെൻറ്റ് എന്നുള്ളത് പീപ്പിൾ ഫൗണ്ടേഷൻ ആലോചിക്കുകയും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പോപ്പീസ് ബേബി കെയർ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. അവരുടെ സഹായത്തോടു കൂടിയാണ് എറൈസ് ഗാർമെന്റ്സ് എന്ന സ്ഥാപനം ഉണ്ടാക്കിയത്. ഞങ്ങൾ ഒക്ടോബർ 5 ആരംഭിച്ച സ്ഥാപനമാണ് എറൈസ് ഗാർമെന്റ്സ്. ഇപ്പം ഇത്രയും ഞങ്ങളിപ്പോൾ 6 മാസത്തോളമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ പ്രധാനമായും പോപ്പീസ് ബേബി കെയറിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന വർക്കുകളാണ് നടക്കുന്നത്. ആവശ്യമായ തയ്യൽ മെഷീൻ മുഴുവൻ നൽകിയതും പോപ്പീസ് ബേബി കെയറാണ്. മറ്റുള്ള സംവിധാനങ്ങൾ ചെയ്തത് പ്രധാനമായും ബ്രിഡ്ജ് വേ ഗ്രൂപ്പാണ്. പീപ്പിൾ ഫൗണ്ടേഷനാണ് ബാക്കി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. ഞങ്ങൾ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ മാത്രമല്ല, ഞങ്ങൾ ഇതിൻ്റെ ഓണേഴ്സും കൂടിയാണ്. ഞങ്ങളുടെ സ്വന്തം പേരിലാണ് ഈ സ്ഥാപനം ഞങ്ങൾക്ക് പീപ്പിൾ ഫൗണ്ടേഷൻ റെഡിയാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വരുമാനത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ചെറിയ രീതിയിലുള്ള വരുമാനം ഞങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്.